നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വരൾച്ച മുന്നിൽ കണ്ട് കണ്ണൂർ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ തടയണ നിർമ്മാണം ആരംഭിച്ചു. പഞ്ചായത്തിലെ വടവന്തൂർ കുറുവേലി തോട്ടിൽ മാത്രം 6ഓളം തടയണകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. ചെറുതോടുകളിൽ താൽക്കാലിക തടയണകൾ ഉണ്ടാക്കി പരമാവധി വെള്ളം കെട്ടിനിർത്തി വരൾച്ചയെ പ്രതിരോധിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് നിർമ്മാണം. കവുങ്ങിൻ തടിയും ഓലയും കൊണ്ട് തോടിനു കുറുകെ വേലി കെട്ടി പുഴയിലെ തന്നെ ചരൽമണ്ണ് കോരിയുറപ്പിച്ചാണ് തടയണകൾ നിർമ്മിക്കുന്നത്. വെള്ളത്തെ പരമാവധി കൃഷിക്കാർക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത താമസക്കാരായ മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ജലത്തെ തടുത്തു നിർത്തുകയും അതോടൊപ്പം തന്നെ ഭൂമിയുടെ വരൾച്ച തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം തടയണകൾ നിർമ്മിക്കുന്നത്. കഴുങ്ങിൻ്റെ മാച്ചിപ്പട്ടയും അതുപോലെ തന്നെ തോപ്പ് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം തടയണകൾ നിർമ്മിക്കുന്നത്. 3 അടി ഉയരത്തിലാണ് തടയണ നിർമ്മാണം. പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം പരമാവധി തടഞ്ഞു നിർത്തി കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിക്കുന്നതോടൊപ്പം ജലസമൃദ്ധി ഉറപ്പുവരുത്താനും സാധിക്കും. തുലാവർഷ ലഭ്യത കുറഞ്ഞത് ഇത്തവണ വരൾച്ച രൂക്ഷമാക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. ന്യൂസ് 18 കണ്ണൂർ. കച്ചേരിയിൽ ലോക റെക്കോർഡ് സ്വന്തം പേരിലാക്കി സംഗീതാധ്യാപിക സജ്ന വിനീഷാണ് 42 മണിക്കൂർ തുടർച്ചയായി കച്ചേരി നടത്തിയത്. ലോക റെക്കോർഡിനൊപ്പം ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സജ്ന ഇടം പിടിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് അഭോഗ്യവർണ്ണത്തിൽ തുടക്കം. ഭാവയാമി രഘുരാമയും പഞ്ചരത്നകൃതികളും അലൈപ്പായുധയും അടക്കം 250ഓളം കൃതികൾ പാടി അവസാനിപ്പിച്ചത് സ്വാതി തിരുനാളിന്റെ ധനശ്രീ തില്ലാനയിൽ. 6ാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങി. നേട്ടം ദൈവത്തിന് സമർപ്പിച്ച് സജ്ന. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഡിജിറ്റൽ ക്ലോക്കൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു കാര്യമാണ്. കുറേ പേരുടെ ഒരു ജോയിൻറ്റ് ടീം എഫേർട്ടാണ്. ആ ഒരു 42 hours എന്നുള്ളതിന് ഇങ്ങനെ ഒരു വരവേൽപ്പ് എൻ്റെ ഗുരുക്കന്മാരുടെ അതുപോലെ സുഹൃത്തുക്കളുടെ കൊളീഗ്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ പ്രസൻസിലാണ് ഇതെല്ലാം സംഭവിച്ചത്. അതൊക്കെ കോർഡിനേറ്റ് ചെയ്തതും കൃഷ്ണമൂർത്തി സാറാണ്. അപ്പം അത് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും ഗോഡ് സെൻഡ് ആണ്. രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള 19 കച്ചേരികളാണ് സജ്ന അവതരിപ്പിച്ചത്. ലോക റെക്കോർഡിന്റെ 40 മണിക്കൂറും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ 38 മണിക്കൂറുമാണ് സജ്ന പിന്നിട്ടത്. അന്തരിച്ച സംഗീതജ്ഞൻ ബാലഭാസ്കറിനുള്ള സമർപ്പണം കൂടിയായിരുന്നു സജ്നയുടെ കച്ചേരി. ന്യൂസ് 18 തിരുവനന്തപുരം. മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം. +1 പ്രവേശനത്തിന് വിദ്യാർത്ഥികൾക്ക് ബോണസ് മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 2 വർഷമായി നീന്തൽ പരിശീലനം നടത്തിവരുന്നത്. നീന്തലറിയുന്ന SSLC വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നീന്തൽ പരിശീലനം ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ പരീക്ഷയുടെ മാർക്കിന് പുറമെ ബോണസ് ലഭിക്കാറുണ്ട്. സംസ്ഥാനത്തെ മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയോ നീന്തൽ അറിയുമോ എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യാതെയാണ് സർട്ടിഫിക്കറ്റുകൾ നൽകാറുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി മുക്കം നഗരസഭയിലെ എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകിയതിനു ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റുകൾ നൽകാറുള്ളൂ. ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. SSLC ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും 3 ദിവസം തന്നെയെങ്കിലും ഒരു 6 മണിക്കൂർ തന്നെയെങ്കിലും പരിശീലനം ലഭിക്കത്തക്ക രൂപത്തിൽ ക്രമീകരണമാണ് വരുത്തിയിട്ടുള്ളത്. കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം കഴിഞ്ഞ വർഷം ഇതിനെ വളരെ സന്തോഷത്തോടുകൂടി വരവേറ്റുള്ളതാണ്. ഓമശ്ശേരി പഞ്ചായത്തിലെ വേലവേനപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ സ്വിമ്മിംഗ് പൂളുമായി സഹകരിച്ചാണ് നീന്തൽ പരിശീലനം നൽകി വരുന്നത്. ഇത്തവണ നഗരസഭയിലെ 1000ഓളം കുട്ടികൾക്ക് പരിശീലനം നൽകാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. പഠന സമയം കളയാതെ ഒഴിവ് സമയങ്ങളിലാണ് നീന്തൽ പരിശീലനം നൽകി വരുന്നത്. ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനൊരു നീന്തൽ പരിശീലനം. ഒട്ടേറെ കുട്ടികൾക്ക് നീന്തൽ അറിയാത്തവരുണ്ട്, അവർക്കും വളരെയധികം പ്രയോജനമാണ്. ആദ്യഘട്ടത്തിൽ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത്. വരും ദിവസങ്ങളിൽ മറ്റു വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ KS അഞ്ജു IAS പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫയർ സർവീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരിശീലനം നടത്തുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ V കുഞ്ഞൻ മാസ്റ്റർ, നഗരസഭാ സെക്രട്ടറി NK ഹരീഷ്, K റസിയ, KS അബ്ദു, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം.
ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇടുക്കി രാജാക്കാട് നടപ്പിലാക്കി വരുന്ന സ്നേഹഭവനം പദ്ധതിയിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന മുല്ലക്കാനം തോണിപ്പാറയിൽ സുരേഷ് കുമാറിനാണ് ആദ്യ വീട് നൽകിയത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്നേഹഭവനം പദ്ധതിയിലെ ആദ്യ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത്. ലയൺസ് ക്ലബും ലയൺസ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും ചേർന്നാണ് വീട് നിർമ്മിച്ചത്. വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുല്ലക്കാനം സ്വദേശി സുരേഷ് കുമാറിനാണ് വീട് നൽകിയത്. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ AV വാമനകുമാർ, രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ എന്നിവർ ചേർന്നാണ് താക്കോൽദാനം നിർവഹിച്ചത്. സ്വന്തമായി വീടില്ലാത്ത ദാരിദ്ര്യരേഖ താഴെയുള്ള 100 പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്ന പദ്ധതിയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. നിർമ്മാണം തുടങ്ങി 1 മാസത്തിനുള്ളിൽ വീട് പൂർത്തീകരിക്കാനായി. സുരേഷ് കുമാർ ആശുപത്രിയിലായതിനാൽ മക്കളാണ് വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയത്. രോഗികൾക്കും നിർധന കുടുംബങ്ങൾക്കുമായി 100ഓളം വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലയൺസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് അംഗം ബെന്നി പാലക്കാട്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലാൽ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ ജോസഫ്, S സജീവ്, ബേബി, ഷൈനു സുകേഷ്, ബേബി മാത്യു തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 രാജാക്കാട്. ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയാകുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ സ്വദേശി എമ്മി ഷിറോൺ. ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയായ നന്മ കുടുംബശ്രീ യൂണിറ്റിലെ അംഗമാണ് എമ്മി. നെസി ചിപ്സ് എന്ന തൊഴിൽ സംരംഭവും എമ്മി ഉൾപ്പെടുന്ന സംഘം നടത്തുന്നുണ്ട്. പുരുഷന്റെ ശരീരത്തിൽ കുടുങ്ങിയ പെൺമനസ്സ്, അതായിരുന്നു നാളിതുവരെ ഷിറോൺ. കണ്ണാടി നോക്കിയപ്പോഴൊന്നും അതിൽ തന്റെ രൂപം കാണാനായില്ല. കുട്ടിക്കാലം മുതൽ പെൺകുട്ടിയെപ്പോലെ പെരുമാറിയതിന് കടുത്ത പീഡനത്തിനിരയായി. മർദ്ദനവും ഉപദ്രവവും സഹിക്കാൻ കഴിയാതായപ്പോൾ വീട് വിട്ടു. ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സമൂഹം അനുവദിച്ചില്ല. ഇന്നവൾ മോചിതയായിരിക്കുന്നു. സന്തോഷി മാതാവിന്റെ അനുഗ്രഹത്തോടെ ഈ 24-കാരി പുതിയ ജീവിതം തുടങ്ങുകയാണ്. എൻ്റെ മനസ്സ് സ്ത്രീയുടേതായിരുന്നു. മനസ്സ് സ്ത്രീയുടേതും ശരീരം ജനിക്കുമ്പോൾ ഒരു പരിപൂർണ്ണ പുരുഷനായിട്ട് തന്നെയാണ് ജനിച്ചത് ശാരീരികമായിട്ട്. അപ്പോൾ ഒരു തിരിച്ചറിവ് വന്ന കാലം മുതലേ കണ്ണാടികൾ നോക്കുമ്പോഴൊക്കെ എനിക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. അവിടെ ഞാൻ കാണുന്നത് പുരുഷന്റെ ശരീരത്തിൽ അകപ്പെട്ടു പോയ ഒരു സ്ത്രീ മനസ്സിനെയായിരുന്നു. സ്വന്തം മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ പൊരുത്തപ്പെടുത്താനുള്ള ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ പറയാം ചിലപ്പോൾ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വേദന സഹിച്ചിട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയമായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 41 ദിവസത്തെ കഠിന വൃദ്ധം. ട്രാൻസ്ജെൻഡർ ചടങ്ങായ ജലസയ്ക്ക് ശേഷം പൂർണ്ണമായി എമി സ്ത്രീയായി. പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എമി. അന്നെല്ലാം മറ്റൊരു ട്രാൻസ്ജെൻഡറായ സന്ധ്യ മാതൃസ്നേഹത്തിന്റെ തലോടലായി. ഇന്ന് മനസ്സിൽ ഭയമില്ല. വളകൾ കിലുക്കി സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് നിറം പടർത്തുകയാണ് എമി ഷിറോൺ. ക്യാമറാമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഇനി കാർഷിക കേരളം. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മട്ടുപ്പാവിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. കൃഷിക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് വിളവെടുപ്പിൽ പങ്കെടുത്തത്. സ്വന്തം ഭക്ഷണം സ്വന്തം വളപ്പിലെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും മണ്ണിലേക്ക് ഇറങ്ങിയത്. തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ്, വഴുതന തുടങ്ങിയവയാണ് സ്കൂളിന്റെ വിശാലമായ മട്ടുപ്പാവിൽ ഗ്രോ ബാഗുകളിലായി കൃഷി ചെയ്തിരിക്കുന്നത്. വിവിധയിനം ഔഷധ സസ്യങ്ങളും സ്കൂൾ വളപ്പിൽ വളർത്തുന്നുണ്ട്. 3 വർഷം മുമ്പാണ് സ്കൂൾ കൃഷിയിൽ സജീവമായത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. അധികം വരുന്നവ സമീപ സ്കൂളുകളിലും വിതരണം ചെയ്യുന്നുണ്ട്. ജൈവ പച്ചക്കറിയുടെ സന്ദേശം മറ്റു സ്കൂളുകളിലേക്കും പകരാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. മലയാളിയിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാൻ ഒരു ചെറിയ ഉദ്യമം. സ്ഥലമില്ല എന്ന് പറയാറുണ്ട്. അതിനൊരു ചുട്ട മറുപടിയാണ് മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് ഞങ്ങൾ കാണിക്കുന്നത്. 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. പുറത്തേക്ക് ഇറങ്ങണം, പ്രകൃതിയോട് ഇണങ്ങണം, മണ്ണിനെ സ്നേഹിക്കണം എന്നൊക്കെയുള്ള മഹത്തായ സന്ദേശങ്ങൾ നൽകാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ സംരംഭം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷിയായതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും നനയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ചെടിയുടെ പരിപാലനം കൃഷിയുടെ ചുമതലയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് നിർവഹിക്കുന്നത്. കൃഷിപ്പണിയുടെ മഹത്വം കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കലാണ് സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. സ്ഥലമില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ഒഴിയുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഈ സംരംഭമെന്ന് സംഘാടകർ പറയുന്നു. സ്വന്തം ഭക്ഷണം സ്വന്തം വളപ്പിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാം, കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ, ചെടിയുടെ സംരക്ഷണം എന്നിവ ആഴത്തിൽ മനസ്സിലാക്കി ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് ഞങ്ങൾ ചെയ്തത്.
കായിക രംഗത്ത് രാജ്യത്തു തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിലൊന്നായ മാർബേസിൽ ഇനി കാർഷിക രംഗത്തുകൂടി വെന്നിക്കൊടി പാറിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് 18 കോതമംഗലം. എറണാകുളം ജില്ലയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ജൈവ കൃഷിയിലേക്കും കാർഷിക വൃത്തിയിലേക്കും ആകർഷിക്കുന്നതിനായുള്ള പദ്ധതി തുടങ്ങി. എറണാകുളം MP പ്രൊഫസർ KV തോമസിന്റെ വിദ്യാധനം ട്രസ്റ്റാണ് പദ്ധതി നടപ്പാക്കുന്നത്. കർഷകമിത്രം പദ്ധതി വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ വികസിപ്പിച്ചെടുത്ത 10,000 കറിവേപ്പില തൈകൾ, ജൈവവളം, കാർഷിക പരിപാലനം സംബന്ധിച്ച ലഘുലേഖ എന്നിവ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലേക്ക് എത്തും. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ P. സദാശിവം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലൂടെ മാത്രമേ കാർഷികാഭിരുചി തിരികെ കൊണ്ടുവരാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. Environmental protection. I understand that 10,000 curry leaf saplings are being planted by the students of the Ernakulam constituency, and in token of we handed over 7 because our MP represents 7 MLA constituencies, and the students of this school are being part of this greening drive. പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം 25,000 കറിവേപ്പില തൈകൾ വിതരണം ചെയ്തു. 1,00,000 തൈകൾ ഇക്കുറിയും വിതരണം ചെയ്യും. കറിവേപ്പില തൈകൾക്ക് പുറമെ പച്ചക്കറി വിത്തുകളും നൽകുന്നുണ്ട്. എറണാകുളം പാർലമെന്റിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി തുടക്കം കുറിച്ച പദ്ധതി മറ്റു ക്ലാസുകളിലെ വിദ്യാർത്ഥികളിൽ കൂടി ഈ വർഷം മുതൽ നടപ്പാക്കി തുടങ്ങുമെന്ന് മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ പ്രൊഫസർ KV തോമസ് MP പറഞ്ഞു. മേയർ സൗമിനി ജെയിൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കൊച്ചി. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ എന്തായി? ഇടുക്കി കുമിളിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗവൺമെന്റ് ആശുപത്രി. കഴിഞ്ഞ ബഡ്ജറ്റിൽ ആശുപത്രിക്കായി തുക അനുവദിച്ചെങ്കിലും ഇതുവരെയും ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ആരോഗ്യമേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ ബജറ്റിൽ കുമളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് 1,27 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. തേക്കടി ബോട്ട് ദുരന്തവും പുല്ലുമേട് ദുരന്തവും കുമളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം വെളിവാക്കിയിരുന്നു. പ്രഖ്യാപനം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള പഞ്ചായത്ത് നൽകേണ്ട എല്ലാ രേഖകളും അതിന് നിർമ്മാണ പ്രവർത്തനം ആവശ്യമായ എല്ലാ രേഖകളും നൽകി. നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ എസ്റ്റിമേറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞതാണ്. എന്നാൽ നാളിതുവരെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനായിട്ട് സാധിച്ചിട്ടില്ല. കുമളിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഒരു ആശുപത്രി ഇല്ല എന്ന് തന്നെയാണ് കുമളി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റിൽ കുമളി ഗവൺമെന്റ് ആശുപത്രി ഒരു ജില്ലാ ആശുപത്രി ആകും എന്ന പ്രതീക്ഷയിലാണ് കുമളിയിലെ ജനങ്ങൾ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഫസ്റ്റ് റഫറൽ യൂണിറ്റാക്കി ഉയർത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ രേഖകൾ കുമളി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഈ വർഷത്തെ ബജറ്റിൽ കൂടുതൽ തുക അനുവദിക്കണമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കുമളി. ഇനി ട്രെയിൻ സമയം നോക്കാം. തിരുവനന്തപുരത്തേക്കുള്ള മാവേലി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകിയോടും. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 40 മിനിറ്റ് വൈകിയോടും. മംഗലാപുരത്തേക്കുള്ള ഏർനാട് എക്സ്പ്രസ് 37 മിനിറ്റ് വൈകിയോടും. പാലരുവി എക്സ്പ്രസ് അരമണിക്കൂർ വൈകിയോടും. എറണാകുളത്തേക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1 മണിക്കൂർ 43 മിനിറ്റ് വൈകിയോടും. പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവലിന് ഇന്ന് തുടക്കമാകും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 200ഓളം സാഹിത്യകാരന്മാർ പങ്കെടുക്കും. കേരളം കവിത ഭാവിയിലേക്കുള്ള വീണ്ടെടുപ്പ് എന്ന തലക്കെട്ടിലാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ്, മലയാളനാട് വെബ് കമ്മ്യൂണിറ്റി, ബിനാലെ ഫൗണ്ടേഷൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സാഹിത്യ അക്കാദമി തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളം കവിത ഭാവിയിലേക്കുള്ള വീണ്ടെടുപ്പുകൾ എന്ന പ്രമേയത്തിലാണ് ഇപ്രാവശ്യം കവിതയുടെ കാർണിവൽ നടക്കുന്നത്. വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കവികളെയും സാംസ്കാരിക പ്രവർത്തകരെയും സ്വീകരിക്കുന്ന രീതിയിൽ തന്നെ നല്ല പരിപാടിയായിട്ട് നടത്താനാണ് പ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത്.
കാഴ്ച പരിമിതരുടെ വായനാ ലോകത്തെക്കുറിച്ചുള്ള സംവാദം, എഴുത്തുകാരുമായുള്ള മുഖാമുഖം, സൃഷ്ടികളുടെ അവതരണം തുടങ്ങിയവയും കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. ഗോത്രഭാഷാ രചനകളിൽ ശ്രദ്ധേയരായ അശോകൻ മറയൂർ, ധന്യ വേങ്ങച്ചേരി, സുകുമാരൻ ചാലിഗദ്ദ തുടങ്ങിയവരും കാർണിവലിന്റെ ഭാഗമാകും. ഇത്തവണത്തെ കാർണിവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിൽ, നമ്മുടെ സാഹിത്യ വിചാരങ്ങളിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോയ, നിശബ്ദമാക്കപ്പെട്ടു പോയ ഒരുപാട് ജനതകളെ നമ്മൾ കവിതയുടെ ഈ വീണ്ടെടുപ്പിൽ നമ്മൾ കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. ചിത്രകലയും സിനിമയും ഡോക്യുമെന്ററികളും നാടകങ്ങളും ഇലുസ്ട്രേഷനുകളും പുസ്തക പ്രകാശനങ്ങളും പോസ്റ്ററുകളും ഫോട്ടോ പ്രദർശനങ്ങളും കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. പ്രളയത്തെ അതിജീവിക്കാനുള്ള പാഠങ്ങളുമായി പ്രളയ ദുരന്ത നിവാരണ സംഘം മലപ്പുറത്ത്. തിരൂർ, പൊന്നാനി താലൂക്കുകളിലാണ് സംഘം ആദ്യമെത്തിയത്. ഈ മാസം 31 വരെ സംഘം പ്രളയബാധിത മേഖലകളിൽ സന്ദർശനം നടത്തും. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ NDRF കമാൻഡർ AK അമറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രളയബാധിത പ്രദേശങ്ങളിലെത്തിയത്. പ്രളയമുണ്ടായാൽ എങ്ങനെ നേരിടണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംഘം ജനങ്ങളോട് പങ്കുവെക്കുന്നത്. തിരൂർ and Punnani is the highly low land area and highly vulnerable area. We are assessing the vulnerable area and we are also able to aware the common men how can they save their lives and save their livelihood, livestock during the disaster. ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി വാട്സാപ്പ് കൂട്ടായ്മയും രൂപീകരിക്കും. ജില്ലയിൽ ദുരന്തബാധിത പ്രദേശങ്ങളുടെ മുഴുവൻ മാപ്പുകൾ സംഘം തയ്യാറാക്കും. ഈ മാസം 31 വരെയാണ് സംഘം ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ സന്ദർശനം നടത്തുക. ന്യൂസ് 18 തിരൂർ. മക്കൾക്ക് കളിക്കാൻ മിനി ഓട്ടോറിക്ഷ നിർമ്മിച്ചു നൽകി സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ് ഒരച്ഛൻ. 7.5 മാസം കൊണ്ടാണ് കട്ടപ്പന സ്വദേശി അരുൺകുമാർ മിനി ഓട്ടോ നിർമ്മിച്ചത്. ചെറുപ്പം മുതൽ വാഹനങ്ങളോട് ഏറെ താല്പര്യമുള്ള കട്ടപ്പന മൂത്തേടത്തുപറമ്പിൽ അരുൺകുമാർ പുരുഷോത്തമൻ മക്കൾക്ക് വേണ്ടി നിർമ്മിച്ച കുട്ടി ഓട്ടോറിക്ഷയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ നഴ്സായ അരുൺ 7.5 മാസം കൊണ്ടാണ് മിനി ഓട്ടോറിക്ഷ നിർമ്മിച്ച് നിരത്തിലിറക്കിയത്. ഓട്ടോറിക്ഷയുടെ വെറുമൊരു മാതൃകയല്ല ഇത്, ശരിക്കും ഓട്ടോ തന്നെയാണ്. ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, കിക്കർ, ഹാൻഡിൽ ബാർ, വൈപ്പർ, ഹോൺ തുടങ്ങി യഥാർത്ഥ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട്. മോഹൻലാലിന്റെ ഓട്ടോ സിനിമയിലെ സുന്ദരി ഓട്ടോയുടെ പേരും അതേ നമ്പറുമാണ് ഈ കുഞ്ഞൻ ഓട്ടോയ്ക്കും. പത്താം ക്ലാസ്സിൽ വെച്ച് JCBയുടെ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിയതിന് സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം സമ്മാനം കിട്ടി. അപ്പം അതായിരുന്നു ഒരു തുടക്കം. പിന്നീട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ പഠനത്തിലേക്ക് തിരിഞ്ഞു. പഠിച്ചൊരു ജോലി മേടിക്കണമെന്നായി. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം അവർക്ക് വേണ്ടിയിട്ട് വണ്ടികൾ ഇപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെതാണ് ഞാൻ സന്തോഷിക്കുന്നത്. പാട്ട് കേൾക്കാനുള്ള സംവിധാനം വരെ സുന്ദരിയിൽ ഒരുക്കിയിട്ടുണ്ട്. USB-യും മെമ്മറി കാർഡും ഉപയോഗിക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനുമുള്ള സ്ലോട്ടുകൾ ഓട്ടോയിലുണ്ട്. ബാറ്ററിയിലാണ് ഈ മിനിയേച്ചർ ഓട്ടോ ഓടുന്നത്. DTHന്റെ ഡിഷ് ഉപയോഗിച്ചാണ് മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഓട്ടോയുടെ നിർമ്മാണം മുതൽ കന്നിയോട്ടം വരെയുള്ള ഒരു വീഡിയോയും അരുൺ സ്വന്തമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പഴയ സ്റ്റൗ അടിച്ചു പരത്തിയിട്ട് ആ സ്റ്റൗവിന്റെ മെറ്റീരിയലാണ്, മെറ്റൽ പോർഷനാണ്. ഇത് പെൻഡ്രൈവ് കുത്താനുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിനു മുമ്പ് ജീപ്പും ബൈക്കും ഇദ്ദേഹം മക്കൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ VT ബൽറാം MLA നടപ്പാക്കുന്ന വിഷൻ തൃത്താല പദ്ധതിയുടെ ഭാഗമായി അംഗപരിമിതർക്ക് വാഹനം നൽകി. വിഷൻ തൃത്താലയുടെ ഭാഗമായാണ് തെരഞ്ഞെടുത്ത 13 പേർക്ക് ആദ്യഘട്ടത്തിൽ സ്കൂട്ടർ നൽകിയത്. MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന പദ്ധതിയായ വിഷൻ തൃത്താലയുടെ ഭാഗമായിട്ടാണ് അംഗപരിമിതർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തത്. ആദ്യഘട്ടത്തിൽ 13 പേർക്കാണ് വാഹനം നൽകിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. VT ബൽറാം MLA
മുച്ചക്ര വാഹന വിതരണം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളായിട്ടുള്ള നിരവധി ആളുകൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശ്രവണ വൈകല്യം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം കൃത്രിമ കയാലുകൾ നൽകേണ്ട, കൃത്രിമ അവയവങ്ങൾ നൽകേണ്ട ആളുകളുണ്ട്, നല്ല കണ്ണട നൽകേണ്ട ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഒരൊറ്റ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാങ്കേതികത്വങ്ങൾ നമുക്ക് അതിന് വിഘാതമായി നിൽക്കുകയാണ്. അത് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്ത് തൃത്താല നിയോജക മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. വികലാംഗക്ഷേമ ബോർഡിലെ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരും നടത്തിയ വൈദ്യപരിശോധനയിലാണ് മുച്ചക്ര വാഹനം ആവശ്യമുള്ളവരെ തെരഞ്ഞെടുത്തത്. സ്കൂട്ടറിനൊപ്പം ഹെൽമറ്റും വിതരണം ചെയ്തു. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ വികലാംഗക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ TK സുനിൽകുമാർ, PP ഇന്ദിരാദേവി, KV ഹിളർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃത്താല. മൊയ്തു കീഴാശ്ശേരി കീഴടക്കിയ ലോകം കൺനിറയെ കണ്ട് നാട്. മലപ്പുറം സ്വദേശിയായ മൊയ്തു 43 രാജ്യങ്ങൾ സഞ്ചരിച്ച് ശേഖരിച്ച വസ്തുക്കൾ മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരക മ്യൂസിയത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വൃക്കരോഗം കലശലായതോടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനാണ് മൊയ്തു അമൂല്യ വസ്തുക്കൾ സർക്കാരിന് കൈമാറിയത്. ഇക്കാണുന്നതെല്ലാം മൊയ്തു കീഴ്ശ്ശേരി കേരളത്തിനായി നൽകിയതാണ്. പാസ്പോർട്ടും വിസയുമില്ലാതെ 43 രാജ്യങ്ങൾ കറങ്ങി ശേഖരിച്ച 800-ലധികം വസ്തുക്കൾ. ഇപ്പോൾ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മ്യൂസിയത്തിലെത്തുന്നവർക്കെല്ലാം ഇത് കാണാം. വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ, ആയുധങ്ങൾ, നാണയങ്ങൾ, ഇങ്ങനെ ഓരോ രാജ്യത്തെയും വേറിട്ട ശൈലി അറിയിക്കുന്നവയാണ് ഇവയെല്ലാം. എന്തുകൊണ്ട് ഇതെല്ലാം മ്യൂസിയത്തിന് നൽകി? ദാരിദ്ര്യം എല്ലാത്തിനും വിലങ്ങുതടിയാവുമ്പോൾ കയ്യിൽ എന്തുണ്ടെങ്കിലും ഏത് അമൂല്യ വസ്തുക്കളും വിൽക്കാൻ മനുഷ്യൻ തയ്യാറാകും. ചികിത്സ നിർബന്ധമായ സാഹചര്യത്തിൽ എനിക്കതൊക്കെ കൈയൊഴിക്കേണ്ടി വന്നു. ഇവിടെ ഇന്ത്യ രാജ്യത്ത് എന്തായാലും ഒരു 5 കോടിക്കൊക്കെ അത് വിൽക്കാൻ കഴിയും. പക്ഷേ ഇടനിലക്കാർ സമ്മതിക്കൂല. 2 ഘട്ടമാണ് മൊയ്തു കീഴ്ശ്ശേരിയുടെ ജീവിതത്തിന്. ആദ്യത്തേത് 14 മുതൽ 25 വയസ്സുവരെയുള്ള പാസ്പോർട്ടും വിസയുമില്ലാത്ത കാലം. പുറപ്പെട്ടു പോയി വാഗ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ, അവിടെ നിന്നും അഫ്ഗാൻ വഴി പല രാജ്യങ്ങളിൽ, 3 ഡസനിലേറെ രാജ്യങ്ങൾ കണ്ട് 25-ാം വയസ്സിൽ മടക്കം. പിന്നെ പാസ്പോർട്ട് എടുത്ത് വിസ നേടി തൊഴിലിനായി ഗൾഫിലേക്ക്. ഇതിനിടെ 7 പുസ്തകങ്ങൾ. മ്യൂസിയത്തിൽ നിന്നും ഏറെ അകലെയല്ലാതെ ജീവിക്കുന്ന മൊയ്തു കീഴ്ശ്ശേരി ഇപ്പോഴും നിരന്തര ലോകസഞ്ചാരത്തിലാണ്. മനസ്സുകൊണ്ട്. കൊണ്ടോട്ടിയിൽ നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിദ്യാർത്ഥികൾക്കായി വ്യോമസേന പ്രദർശനം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശംഖുമുഖത്തെ ദക്ഷിണ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലായിരുന്നു പ്രദർശനം. വ്യോമസേനയുടെ ആയുധങ്ങളും വിമാനങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രദർശനം സംഘടിപ്പിച്ചത്. സേനയെ അറിയാനെന്ന പേരിലാണ് പ്രദർശനം. ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് അവബോധം വളർത്താനും അവരെ വ്യോമസേനയിൽ അംഗമാക്കാൻ പ്രേരിപ്പിക്കാനുമാണ് പ്രദർശനം. I think they are quite motivated and they can ask questions in person to the air warriors who are operating these machines. And once you get to see and touch something, and you can get the answers that you got in your mind, I think yes, it motivates the students and each and every person. സേനയുടെ അത്യാധുനിക ഉപകരണങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുന്നതിനൊപ്പം വിമാനത്തിനുള്ളിൽ കയറി കാഴ്ചകൾ കാണാനുമാകും. പ്രളയ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച Mi-17 ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകളും പ്രദർശനത്തിനുണ്ട്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രദർശനം കാണാം. പ്രദർശനം ഇന്ന് സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം അരീക്കോട് സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഡോക്ടർ D. ബാബുപോൾ IAS സംവദിച്ചു. സ്കൂളിൽ നടപ്പിലാക്കുന്ന ആസ്പയർ സമഗ്ര പരീക്ഷാ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. 5 മുതൽ 10 വരെ തുടർച്ചയായി 6 വർഷം നീണ്ടുനിൽക്കുന്ന പദ്ധതിയാണ് ആസ്പയർ. സ്കൂളിലെ ഉന്നത മത്സര പരീക്ഷാ പരിശീലന സംവിധാനമായ ആസ്പയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് പരിശീലന പരിപാടി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ MP ഷൌക്കത്ത് അലി, NV മുഹമ്മദ് യാസർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാട്ടിലെ പ്രമാണിയായ ഒരാൾക്കൊക്കെ നിങ്ങളോട് ഒരു ആവശ്യവും ഒരു നിർദ്ദേശവും പറയാം. അത്
ഫയർഫോഴ്സ് റീജിയണൽ സ്പോർട്സ് മീറ്റ് തുടങ്ങി 2 ദിവസങ്ങളിലായി നടക്കുന്ന മീറ്റ് കോതമംഗലം MA കോളേജ് ഗ്രൗണ്ടിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ജില്ലകളിൽ നിന്നായി 300ഓളം ജീവനക്കാരാണ് വിവിധയിനം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഫയർഫോഴ്സ് വകുപ്പ് മേധാവികൾ, കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ മഞ്ജു സിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.